സംസ്കൃത ഭാഷയിലെ ആലങ്കാരികന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള മഹാകാവ്യലക്ഷണങ്ങൾ ചുരുക്കി വിവരിക്കാം. മഹാകാവ്യത്തെ സർഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഒരു കാവ്യത്തിൽ സർഗങ്ങൾ 7-ൽ കുറയരുത്. ഒരു സർഗത്തിൽ 50-ൽ കുറയാതെ ശ്ലോകങ്ങൾ ഉണ്ടാവണം. ഓരോ സർഗവും ഓരോ വൃത്തത്തിൽ എഴുതണം. സർഗത്തിന്റെ അവസാന പദ്യത്തിന് വൃത്തം വ്യത്യാസപ്പെടുത്താം. സർഗങ്ങൾ തമ്മിൽ വിഷയപ്രതിപാദനത്തിൽ ബന്ധപ്പെട്ടിരിക്കണം. വിഷയം മഹത്തായ ഒരു ജീവിതത്തിന്റെ അഥവാ വംശത്തിന്റെ ചരിത്രമായിരിക്കണം. കാവ്യാരംഭത്തിൽ ആശിസ്, നമസ്കാരം, വസ്തുനിർദ്ദേശം ഇവ വേണം. ധീരോദാത്തനും സദ്കുലജാതനുമാവണം നായകൻ. നായിക മാതൃകാ വനിതയായിരിക്കണം. ശൃംഗാര വീരശാന്തങ്ങളിലൊന്ന് അങ്കിയായ രസവും മറ്റുള്ളവ അംഗങ്ങളുമാവണം. നായകന് ഉയർച്ചയുണ്ടാവുന്ന തരത്തിലാവണം കഥ. പുരുഷാർത്ഥപ്രാപ്തിക്ക് പ്രയോജനപ്പെടുന്ന കഥകൾക്ക് പ്രാമുഖ്യം നൽകണം. നഗരം, ശൈലം, ഋതു, വിവാഹം, യുദ്ധം, അർണവം, ഉദയം, അസ്തമയം മുതലായവ വർണ്ണിക്കണം. മേൽപ്പറഞ്ഞ ലക്ഷണമൊത്തവ 5 എണ്ണമാണുള്ളത്. കാളിദാസന്റെ കുമാരസംഭവം, രഘുവംശം, മാഘന്റെ ശിശുപാലവധം, ഭാരവിയുടെ കിരാതാർജുനീയം, ശ്രീഹർഷന്റെ നൈഷധം. പഞ്ചമഹാകാവ്യങ്ങൾ ഓരോന്നും ഗഹനമായി മനസ്സിലാക്കുവാനും അതോടൊപ്പം ആസ്വദിക്കുവാനുമുള്ള ഒരവസരം തയ്യാറാക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ഉദ്ദേശം. അതിപ്രശസ്തരായ സംഗീതജ്ഞർ വിശിഷ്ടരായ സംസ്കൃത പണ്ഡിതരോടൊപ്പം ഇവിടെ അണിചേരുന്നു. ഒരു തുടക്കം എന്ന നിലയിൽ മഹാകാവ്യങ്ങളിൽ ആദ്യ ശ്ലോകങ്ങൾ മാത്രം കോർത്തിണക്കിയ ഈ മനോഹരമായ ആമുഖം ആസ്വദിക്കുക. देवतात्मा हिमालयो नाम नगाधिराज अस्त्युत्तरस्यां दिशि देवतात्मा हिमालयो नाम नगाधिराज पूर्वापरुतोयनिधिवगाह्य स्थितः पृथिव्या इव मानदण्ड पूर्वापरुतोयनिधिवगाह्य स्थितः पृथिव्या इव मानदण्ड. कुरुणामधिपस्य पालनी प्रजासु वृत्तिं यमयुक्त वेदितुं श्रियकुरुणामधिपस्य पालनी प्रजासु वृत्तिं यमयुक्त वेदितुं सवर्णिलिङ्गी विदित समाययौ युधिष्ठिरं दैतवने वनेचर सवर्णिलिङ्गी विदित समाययौ युधिष्ठिरं दैतवने वनेचर.
वागर्थाविव सम्पृक्तौ वागर्थ प्रतिपयतये जगत पितरौ वन्दे पार्वती परमेश्वरौ वन्दे पार्वती परमेश्वरौ वन्दे पार्वती परमेश्वरौ श्रीमती शासितुं जगज्जगन्निवासो वसुदेव सत्मनि श्रियपति श्रीमती शासितुं जगज्जगन्निवासो वसुदेव सत्मनि वसन् ददर्शावतरन्तमम्बरात् हिरण्यगर्भाङ्गभुवं मुनिं हरि वसन्त दर्शावतरन्तमम्बरात् हिरण्यगर्भाङ्गभुवं मुनिं हरि क्षितिरक्षिण कथास्तथाद्रियन्ते न बुध सुधामपि निपीयस्य क्षितिरक्षिण कथास्तथाद्रियन्ते न बुध सुधामपि नलसीत चत्रित कीर्तिमण्डल महसां महोज्वल नलसीत चत्रित कीर्तिमण्डल साराशिरासीन् महसां महोज्वल കുമാരസംഭവം അസ്ത്യുത്തരസ്യം എന്ന് തുടങ്ങുന്ന ശ്ലോകം. വടക്കേ ദിക്കിൽ ദേവതാത്മാവായി ഹിമാലയം എന്ന നാമധേയത്തോടു കൂടിയ ഒരു പർവ്വതരാജനുണ്ട്. അത് പൂർവ പശ്ചിമ സമുദ്രങ്ങളിൽ ചെന്നിറങ്ങിയ ഭൂമിയുടെ അളവുകോൽ എന്ന് തോന്നുമാറ് സ്ഥിതി ചെയ്യുന്നു. കിരാതാർജുനീയം ശ്രീയക്കുരുണാം എന്ന് തുടങ്ങുന്ന ശ്ലോകം. ധർമ്മപുത്ര മഹാരാജാവ് ദുര്യോധനൻ ഏതു വിധത്തിലാണ് പ്രജകളെ രക്ഷിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി ഒരു കാട്ടാളനെ അയച്ചിരുന്നു. ആ കാട്ടാളൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ നാടാകെ ചുറ്റി നടന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞ് മടങ്ങി വന്നു. ഇതാണ് കഥാരംഭത്തിൻ്റെ സന്ദർഭം. രഘുവംശം വാഗർത്ഥാവിവ എന്ന് തുടങ്ങുന്ന ശ്ലോകം. വാക്കും അർത്ഥവും പോലെ ചേർന്നിരിക്കുന്നവരും ലോകത്തിൻ്റെ പിതാക്കളുമായ പാർവതി പരമേശ്വരന്മാരെ വാക്കും അർത്ഥവും നന്നായി അറിയുവാനായി ഞാൻ വണങ്ങുന്നു. ശിശുപാലവധം ശ്രീയപ്പതി എന്ന് തുടങ്ങുന്ന ശ്ലോകം. ലക്ഷ്മി ദേവിയുടെ ഭർത്താവും ജഗത്തുക്കൾക്ക് ആധാരഭൂതനും ലോകപരിപാലനത്തിനായി ഐശ്വര്യസമ്പൂർണമായ
വസുദേവന്റെ ഗൃഹത്തിൽ താമസിക്കുന്നതുമായ ശ്രീകൃഷ്ണൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനും ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവനുമായ മുനിയായ നാരദനെ കണ്ടു. നൈഷധം നിപീയയസ്യ എന്നു തുടങ്ങുന്ന ശ്ലോകം. ഏതൊരു രാജാവിൻ്റെ കഥ കേട്ടിട്ടാണോ ബുധന്മാർ, അറിവുള്ളവർ, ദേവന്മാർ അമൃതിൻ്റെ കഥ പോലും മറന്നുപോകുന്നത്, ആ രാജാവായ നളൻ വെളുത്ത കീർത്തിയാകുന്ന വെൺകുറ്റക്കുടയോടുകൂടി മഹോത്സവങ്ങൾക്ക് വിഷയമായിക്കൊണ്ട് മഹസ്സോടു കൂടിയവനായി, തെളിഞ്ഞ പ്രകാശത്തോടു കൂടിയവനായി വർത്തിച്ചു. Risa